ഏതായാലും യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയി എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ചില മാനവികതയുടെ ആൾക്കാർ ഇപ്പോൾ വന്നിട്ട് നമ്മൾ എന്തു നേടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മളൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട പൗരന്മാരെ 26 പേരെ മതം ചോദിച്ച് വെടിവെച്ച് കൊന്നതിന് പ്രതികാരം ചെയ്തതാണ്. പ്രതിക്രിയയാണ്. അപ്പോൾ എന്ത് നേടി എന്നുള്ള ചോദ്യം അപ്പോൾ തന്നെ അപ്രസക്തമാണ്. നമ്മുടെ ചോരയ്ക്ക് പകരം നമ്മൾ വീട്ടി. അത് മാറ്റിവെച്ചാൽ ഇവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് നേടിയത്? അത് ഇന്നിപ്പോൾ ഞാൻ വായിച്ച ഇന്ന് പത്രങ്ങളിൽ ചിലതിൽ കണ്ടത്, ചില മുൻ ഡിപ്ലോമാറ്റ്, ഫോറിൻ സർവീസിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ, വേണു രാജാമണിയാണ് ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രതിനിധിയൊക്കെ ആയിരുന്നു, വേണു രാജാമണിയൊക്കെ അടക്കം വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, അതിനകത്ത് ഒരു അനൗചിത്യമുള്ളത്, ഒന്ന് പ്രശ്നം അവസാനിച്ചിട്ടില്ല, സീസ് ഫയർ പറഞ്ഞിരിക്കുന്നു, ബാക്കി കാര്യങ്ങൾ ഇനി തീർക്കണം. ഇനി ഇന്ത്യക്ക് നേരത്തെ സുനിൽ പറഞ്ഞ രീതിയിൽ നമ്മുടെ നിരപരാധികളായ പൗരന്മാരെ കൊന്നെടുക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ, 9 തീവ്രവാദ കേന്ദ്രങ്ങൾ പ്രിസിഷനോട് കൂടി ആക്രമിച്ച് നശിപ്പിച്ചു എന്നത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. ആ നേട്ടം അംഗീകരിക്കാൻ വിഷമമുള്ളവരും മാനവികവാദികളും മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പിന്തുണ തങ്ങൾക്ക് ഉറപ്പ് നിർത്തണം എന്നുണ്ടെങ്കിൽ തീവ്രവാദികളെ ന്യായീകരിക്കണമെന്ന് നിർബന്ധമുള്ളവരുമാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. സാർ ഈ പറഞ്ഞതിനകത്തൊരു കൊടുക്കുന്നുണ്ട്. മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് വേണമെന്ന് കരുതുന്നവർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം ജനസാമാന്യം മുഴുവൻ പാകിസ്ഥാനെ സഹായിക്കുന്നവരാണ്. അല്ല, അങ്ങനെ എന്ന് അവർ സമ്മതിക്കുന്നു എന്നാണ്. അത് എന്ന് മാത്രമല്ല, അവർ സമ്മതിക്കുന്നില്ല. മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം. ഇവിടെ ഒരു വോട്ടെടുപ്പ് നടത്തി, പാകിസ്ഥാനിൽ പോയി ജീവിക്കാൻ ഒരു റഫറൻഡം നടത്തി, പാകിസ്ഥാനിൽ പോയി ജീവിക്കാൻ എത്ര മുസ്ലിങ്ങൾ തയ്യാറുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം, അബ്ദുള്ള പോലും തയ്യാറായിരിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരും തയ്യാറായിരിക്കില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ജീവിക്കുന്ന സുഖവും സൗകര്യവും അവർക്ക് അവിടെ പോയാൽ കിട്ടില്ല. അതറിയാവുന്നവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. പക്ഷേ ഈ തീവ്രവാദ സംഘടനകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ മുസ്ലിങ്ങളുടെ പിന്തുണ ഉറപ്പാക്കൂ എന്നുള്ളത് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നതിനും തുല്യമാണ്. അതെ. അതുകൊണ്ടാണ് മദനിക്ക് മാല ചാർത്താനായിട്ട് കോൺഗ്രസ്സുകാരും CPM-കാരും മത്സരിച്ചത്. മഹാത്മാഗാന്ധിക്ക് തുല്യനാണ് മദനി എന്ന് പ്രസ്താവന ഇറക്കിയത് ആരാണ്? സാക്ഷാൽ EMS ആണ് മദനിയും മഹാത്മാഗാന്ധിയും എന്ന്. അതെ അതെ. അറിയാഞ്ഞിട്ടല്ല വ്യത്യാസം. അപ്പം തോന്നുന്ന കാര്യത്തിന് കളവ് പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലക്ക് ഒരു മടിയും EMS-നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് മദനിയും മഹാത്മാഗാന്ധിയും എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ലോകത്താരെങ്കിലും മദനിയും മഹാത്മാഗാന്ധിയും എന്ന് ചിന്തിക്ക് പോലും ജിന്ന പോലും പറഞ്ഞിട്ടില്ല. അതെ അതെ. ജിന്ന പോലും അത് പറയില്ല. പക്ഷെ ഇവരും ഇത് പറഞ്ഞവരാണ്. അതിൻ്റെ അവക്ഷിപ്തമായിട്ട് നിൽക്കുന്ന ഈ ഡിപ്ലോമാറ്റുകളുമാണ്. എന്ത് ഡിപ്ലോമാറ്റ്? ഇവർ ഈ ഫോറിൻ സർവീസിലുണ്ടായെന്ന് പറഞ്ഞാൽ ഡിപ്ലോമാറ്റാണ്. എന്താണ് അയാൾ അവിടെ പോയി ജോലി ചെയ്തെന്നല്ലേ ഇതിനർത്ഥമുള്ളൂ. അതിന് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവരുടെ ഡിപ്ലോമാറ്റിക് സ്കില്ല് കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടം ഉണ്ടായിട്ടുണ്ട്? തിരിച്ചു ചോദ്യം അങ്ങനെയുണ്ടല്ലോ. അതെ. ഇവരവിടെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നൊരു ക്ലാർക്കിൻ്റെ, ഒരു ഗ്ലോറിഫൈഡ് ക്ലാർക്കിൻ്റെ പണി അവിടെ പോയിട്ട് എടുത്തു എന്നുള്ളതാണ് നേട്ടം. അവരെ ഡിപ്ലോമാറ്റുകളായിട്ട് അവതരിപ്പിക്കുകയും അവരെ വളരെ ഗഹനമായി ഒന്ന് ചോദിക്കുന്നത്, ഇത് 5 ഭീകരരെ ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി? ചില ഭീകരരെ വധിച്ചു, പക്ഷേ ഈ പ്രതികളെ പിടിച്ചിട്ടില്ല. ഇത് പഹൽഗാം പ്രതികളെ പിടിച്ചിട്ടില്ല. ഇത് പറഞ്ഞാൽ തോന്നുന്ന കാര്യം, ഇന്ത്യക്കെതിരെ ഇതിനു മുൻപ് ഭീകരാക്രമണം നടത്തിയ എല്ലാ സംഭവങ്ങളിലും പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം മോദി വന്ന കാരണം പ്രതികളെ കിട്ടിയില്ല എന്നുള്ള ധ്വനിയാണ് ഈ ഡിപ്ലോമാറ്റുകളൊക്കെ പറയുന്നത്. എത്ര കഴിഞ്ഞിട്ടാണ് പ്രതികളെ പിടിക്കുന്നത്? പ്രതികളെ ഇവിടെ ഇരിക്കല്ലോ, പ്രതികളെ പിടിക്കല്ലേ, പിടിക്കുന്നതിന് വേണ്ടി. പിന്നെ ഇതുകൊണ്ടൊന്നും ഭീകരവാദം ഒഴിവാക്കാനാകില്ല. പിന്നെന്ത് ചെയ്യണം?
അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇതുകൊണ്ടൊന്നും ഭീകരവാദം ഒഴിവാക്കാനാകില്ല, അതുകൊണ്ട് ഭീകരവാദികൾ അഴിഞ്ഞാടട്ടെ, അങ്ങനെ അഴിഞ്ഞാടുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണ് ഇവർ ഉദ്ദേശിച്ചേക്കണത്. ഈ വായിൽ കൊള്ളാത്ത സംസാരമാണ് അതൊന്നുമല്ല സാർ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് വലിയ ഒരു മുൻകൈയും നേട്ടവും നമ്മുടെ കരുത്ത് ലോകത്തോട് വിളിച്ചു പറയാനും കഴിഞ്ഞു. അതിൻ്റെ ക്രെഡിറ്റ് ഈ സർക്കാരിന് കിട്ടരുത് എന്ന് വെച്ച് അല്ല, അത് പക്ഷേ അത് ഈ രാഷ്ട്രീയം കളിക്കുകയാണ്. അല്ല, അത് ഈ മുൻ ഡിപ്ലോമാറ്റ് എന്ന പേരിൽ വേണു രാജാമണി രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങരുത്. അത് ചെയ്യാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാകും, പക്ഷെ ഇതിനകത്ത് അത് പാടില്ല. പിന്നെ പറയണ പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കും എന്നുള്ളിടത്തോളം കാലം ഇന്ത്യക്ക് ഒരു യുദ്ധവും ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ചെയ്യുന്ന എല്ലാ തെമ്മാളിത്തവും സമ്മതിച്ചു കൊടുക്കണമെന്നാണ്. എന്താണ് ഇവർ അർത്ഥമാക്കുന്നത്? അല്ല, അതെനിക്ക് മനസ്സിലാവുന്നില്ല. പാകിസ്ഥാൻ ആണവായുധം ഉള്ളത് ഞാൻ ഇന്ന് ബാക്കിയുള്ളവരുടെ ഞാൻ പറയാത്തതിൻ്റെ കാരണം ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റ് ആയതിൻ്റെ പേരിലും വേണു രാജാമണിയെ എനിക്ക് അറിയാവുന്നതിൻ്റെ പേരിലും ആ വേണു രാജാമണി ഒരു സെൻസോട് കൂടി എന്തെങ്കിലും പറയുമെന്ന പ്രതീക്ഷയിൽ ഞാനത് വായിച്ചതുകൊണ്ടുള്ള നിരാശ കൂടിയുണ്ട് ഇതിനകത്ത്. ഒരു സെൻസും ഇല്ലാതെയാണ് ഈ വിഡ്ഢിതങ്ങൾ മുഴുവൻ ഓരോന്നോരോന്നായി പറഞ്ഞിരിക്കുന്നത്. വേണ്ടിയിരുന്നില്ല. ഇനി എന്താണ് വിജയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ പരിപോഷിച്ചിരുന്ന 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് വരെ ഭാരതം കൈവരിക്കാത്ത ഒരു നേട്ടമാണ്. ആ നേട്ടത്തിൻ്റെ അവകാശികൾ തീർച്ചയായിട്ടും നാം ഭാരതീയരെല്ലാവരുമാണ്. അക്കാര്യം ഇവർക്കും തോന്നേണ്ടതാണ്. നമ്മളെല്ലാവരും അതിൻ്റെ അവകാശികളാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന മോദി അതിൻ്റെ മുമ്പിലുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അവരുടെ പ്രശ്നം. പക്ഷെ അതുകൊണ്ട് മോദി ഇല്ലാതെ ആകില്ലല്ലോ. പക്ഷെ അവരുടെ പ്രശ്നം അതാണ്. ഇനി ഇത് കൂടാതെ എന്താ നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5 ഭീകരരെ വധിച്ചു, അവരുടെ ഖബറടക്കം കഴിഞ്ഞു. 5 അല്ല, 100-ലേറെ പേരെ കൊന്നു. 5 നേതാക്കന്മാരെ, 5 വലിയ നേതാക്കന്മാർ, ലോകത്തിന് അപകടകാരികളെന്ന് ലോകം വിധി എഴുതിയ 5 പേര്. ആരൊക്കെയാണ്? അബു ജുണ്ടൽ, അത് ഇന്നലെയാണ് ആ പേര് വന്നത്. അതെ. ലഷ്കർ ഇ തോയ്ബ, ഖബറടക്കം കഴിഞ്ഞിട്ട് ആ മാന്യൻ്റെ ഖബറടക്കത്തിൽ പാകിസ്ഥാനിലെ പട്ടാള സൈനിക മേധാവികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പങ്കെടുത്തിരുന്നു. ഹാഫിസ് മുഹമ്മദ് ജമീൽ, ജയ്ഷെ മുഹമ്മദ്, അത് മൗലാന മസൂർ അഷറിൻ്റെ അളിയനാണ് ഈ പറഞ്ഞ മാന്യൻ. അങ്ങനെ ഒരു അളിയനും കൊല്ലപ്പെട്ടു. നോക്കണേ, യുദ്ധം വരുമ്പോൾ മുഹമ്മദ് യൂസഫ് അഷർ, നേരത്തെ പറഞ്ഞ കക്ഷിയുടെ അനിയൻ, കൊല്ലപ്പെട്ടു. അബു അയ ഖാലിദ്, ലഷ്കർ ഇ തോയ്ബ, കൊല്ലപ്പെട്ടു. മുഹമ്മദ് ഹസൻ ഖാൻ, ലഷ്കർ ഇ തോയ്ബ, കൊല്ലപ്പെട്ടു. ഈ 5 പേരും, ഈ 5 പേരുടെ പേരുകൾ ഇന്നലെ വന്നത്. അതിനു മുമ്പ് ആദ്യം നമ്മൾ സ്ഥിരീകരിച്ചത് മസൂദ് അസറിന്റെ മരണമാണ്. മസൂദ് അസറിന്റെ മരണം, ഹാഫിസ് സയ്യിദിന്റെ അനിയൻ, ആ ഖാണ്ടഹാറിലെ നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടുപോയവൻ. അല്ല, ഹാഫിസ് സയ്യിദിന്റെ ഇയാളുടെ അളിയൻ വേറെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ അളിയനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മസൂദ് അസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും വേണ്ട 10 കോടി രൂപ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ആളാണ്. ഇത്രയും പേര് കൊല്ലപ്പെട്ടു. ഇനി വേറൊരു കാര്യം, വളരെ ബോൾഡ് സ്റ്റെപ്പല്ലേ വാട്ടർ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിയത്. അതെ, ഈ സീസ് ഫെയറിൻ്റെ ഭാഗമായിട്ട് അത് റദ്ദാക്കാനും പോണില്ല. വളരെ ബോൾഡ് സ്റ്റെപ്പല്ലേ. അതെന്താ കാണാത്തത്? പിന്നെ തിരിച്ചുള്ള ആക്രമണത്തെ ഇത്ര ഫലപ്രദമായി ചെറുത്തു നിന്നൊരു കാലം വേറെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇന്ത്യയെ ഈ ഘട്ടത്തിലും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ പറയുക, പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കും, അതുകൊണ്ട് നമുക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന്. അതെങ്ങനെ? പാകിസ്ഥാൻ ഒരു ആണവായുധം പ്രയോഗിച്ചാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് അപകടം പറ്റും. പക്ഷെ നമ്മൾ തിരിച്ച് പ്രയോഗിക്കുമ്പോൾ പാകിസ്ഥാൻ ഭൂമിയിൽ ഉണ്ടാവത്തില്ല. അല്ല, അത് തിരിച്ചു അങ്ങോട്ടും പറ്റില്ലേ? പറ്റും. പക്ഷെ നമ്മൾ ഇവര് പറയണ പാകിസ്ഥാൻ ആണവായുധം ഉള്ളിടത്തോളം കാലം നമ്മൾ യുദ്ധം ജയിക്കില്ല എന്ന്. നമ്മൾ യുദ്ധം ജയിക്കും. അല്ല, ഇവർ പറയുന്നത് ഈ ഭൂമിശാസ്ത്രപരമായി നമ്മുടെ വലിപ്പം നോക്കുന്നില്ല. പാകിസ്ഥാൻ കൊണ്ടുവന്നു എത്ര ആണവായുധം ഉണ്ടോ അത്ര ആണവായുധം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടെന്ന് വെക്ക്, ഒരെണ്ണം ഇവിടെ ഉള്ളു. അത് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ ഉണ്ടാകില്ല.
അത് അംഗീകരിക്കില്ല. അതിന് പറയുന്ന ആണവായുധം അവർക്കുണ്ട്, അതുകൊണ്ട് അവരെ നമ്മൾ റൗഡിയെ പേടിക്കുന്ന രീതിയിൽ പേടിക്കണമെന്ന്. ഇതെങ്ങനെയാണ് പറ്റുന്നത്? ഒരു രാജ്യത്തിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? പിന്നെ ഭീകരവാദം ഒഴിവാക്കാനാവില്ല. അത് ശരി. അപ്പോൾ നമ്മുടെ ആളുകൾ അപ്പോൾ ഭീകരവാദം ഒഴിവാക്കാനാവില്ലാത്തത് കൊണ്ട് തന്നെ ഭീകരവാദികൾ എന്ത് ചെയ്താലും നമ്മൾ ഒന്നും ചെയ്യരുത് എന്നാണ് ഇതിൻ്റെയൊക്കെ ധ്വനി. അതെ അതെ. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെതിരെ ഒന്നും ചെയ്യരുത് എന്ന ഒരു വാദം അദ്ദേഹം ഉണ്ടല്ലോ, അയ്യര്, മണിശങ്കർ അയ്യർ. ആ മണിശങ്കർ അയ്യരുടെ വാദമാണ് വേണു രാജാമണി ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. വലിയ അപായകരമാണ്. ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു ലേഖനം കൊടുക്കരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മാതൃഭൂമി പത്രാധിപർ മറുപടി പറയേണ്ട ഒരു കാര്യം. കാരണം അങ്ങനെ ഒരു ലേഖനം കൊടുക്കരുത്. കാരണം ഈ ഘട്ടത്തിൽ നമ്മൾ സീസ് ഫയർ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിച്ചു എന്നല്ല. യുദ്ധം അവസാനിച്ചു എന്നല്ല സീസ് ഫയർ. താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തലാണ്. ഒരു വിരാമമാണ്. താൽക്കാലിക വെടിനിർത്തലാണ്. ആ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായപ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ ജാതകക്കുറിപ്പ് മുഴുവൻ എഴുതി ഫലശ്രുതി പറയാനായിട്ട് ഇവർക്ക് എങ്ങനെ കഴിയും? പറ്റില്ലല്ലോ. നമ്മൾ ഇസ്രായേലിലേക്ക് നോക്കിയാൽ മതി. സീസ് ഫയർ ഉണ്ടായിരുന്നു. സീസ് ഫയർ കഴിയുമ്പോൾ വീണ്ടും യുദ്ധം തുടങ്ങി. അല്ല, സീസ് ഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെമ്പററി തിങ്, വളരെ താൽക്കാലികമാണ്. ആ താൽക്കാലികം വന്ന ഉടനെ തന്നെ ഈ ഇന്ത്യ വിരുദ്ധമായ മനോഭാവം മനസ്സിൽ സൂക്ഷിച്ചത് പുറത്തു വന്നതാണ് ഈ ലേഖനത്തിലൂടെ. അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് യുക്തിയുണ്ട്? എന്തെങ്കിലും യുക്തി വേണ്ടേ? അവനങ്ങനെയുണ്ട്, അതുകൊണ്ട് അവൻ റൗഡിയാണ്. അപ്പോൾ റൗഡി വന്ന് തല്ലിക്കഴിഞ്ഞാൽ നമ്മൾ മിണ്ടായിരുന്നോളണം. വേണു രാജാമണിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്വരമാണ് കേട്ടത്. അല്ല, അത് അങ്ങനെ ഡിപ്ലോമാറ്റ് ആണെന്നാണ് പറയണത്. എന്തോ ആയിക്കോട്ടെ, ശരിയാണ്. അങ്ങനെ IFS കിട്ടിയ ആളാണ്, ഫോറിൻ സർവീസിൽ ജോലി ചെയ്ത ഒരാളാണ്. ഫോറിൻ സർവീസിൽ ജോലി ചെയ്യുന്നത് ഡിപ്ലോമാറ്റിക് സർവീസാണ്. ആ ഡിപ്ലോമാറ്റിക് സർവീസിലുള്ള ഒരാൾ യുദ്ധങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ? അവരെന്തൊരു യുദ്ധത്തിന് പോകാൻ ആഫീസിൽ ഇരുന്നുള്ള പണിയല്ലേ? അല്ല, അത് ആഫീസിൽ ഇരുന്നുള്ള യുദ്ധം കാണലുണ്ടല്ലോ, അത് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ യുദ്ധകാലത്ത് ഇദ്ദേഹം ഏതെങ്കിലും ഒരു എംബസിയിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ യുദ്ധകാലത്ത് വരുന്നവരെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ചെയ്തിരിക്കും. അതെ. പക്ഷേ ഈ തരത്തിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ഉന്നയിച്ചാൽ എന്തു ചെയ്യും? കാരണം സീസ് ഫയർ കഴിഞ്ഞപ്പോഴേക്കും ഉടനെ പറയണ് നമ്മൾ പ്രതികളെ പിടിച്ചിട്ടില്ല എന്ന്. പ്രതികളെ പിടിക്കും, ചിലപ്പോൾ വെടിവെച്ച് കൊല്ലും, അതൊക്കെ ചെയ്യും. അതൊക്കെ അതിൻ്റെ ഉത്തരവ് ആ വഴിക്ക് നടന്നോളൂ. അത് അതിൻ്റെ രീതിയിൽ നടക്കും. പ്രതികളെ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവിടുത്തെ പത്രക്കാരോട് ഇപ്പോൾ പറഞ്ഞിട്ടല്ലല്ലോ ചെയ്യേണ്ടത്. അത് അതിൻ്റെ കോമ്പിങ് ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഓൾറെഡി കസ്റ്റഡിയിൽ ഉണ്ടാവാം, ആർക്കറിയാം. അല്ല, അതിൻ്റെ കോമ്പിങ് ഏജൻസി അവിടെ എല്ലാം അന്വേഷണം നടത്തി അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയാതെ കയറി കമൻറ്റ് ചെയ്യല്ലേ? ഇറസ്പോൺസിബിൾ കമൻസ് ആണ്. സച്ച് ഇറസ്പോൺസിബിൾ കമൻസ് ഷുഡ് നോട്ട് ഹാവ് ബീൻ എക്സ്പ്രസ്ഡ് ബൈ എ ഫോറിൻ ഡിപ്ലോമാറ്റ്, എ ഡിപ്ലോമാറ്റ് ഹു വർക്ക്ഡ് ഇൻ ഫോറിൻ ഏജൻസീസ്. ചെയ്യാൻ പാടില്ലായിരുന്നു. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.